പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമുക്കൊരുമിച്ച് ഈ വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ പ്രോഗ്രാമിലേക്ക് വരുവാൻ കർത്താവ് കൃപ ചെയ്തതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകളെ, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ കമൻറ്റുകൾക്ക് നന്ദിയും പറയുന്നു. വ്യക്തിപരമായി എന്നെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന കമൻറ്റുകൾ, വളരെ പ്രധാനപ്പെട്ട സീനിയർ ദൈവദാസന്മാർ നിങ്ങൾ അറിയിക്കുന്ന കമൻറ്റുകൾക്ക് എല്ലാത്തിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കിത് അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്നത് വളരെ വളരെ സന്തോഷം. ഈ പ്രോഗ്രാം രാവിലെ ഇത് നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ എല്ലാ ദിവസവും ആയതുകൊണ്ട് അല്പം യാത്രയും ഒക്കെ ബന്ധപ്പെട്ട് പ്രയാസം മീൻസ് ഇത് ഷൂട്ട് ചെയ്യാൻ പ്രയാസമുണ്ട്. എങ്കിലും നിങ്ങളുടെ ഈ പ്രതികരണം, ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഈ കാണിക്കുന്ന പ്രതികരണം ആണ് ഞങ്ങൾക്കിത് വീണ്ടും പറയാൻ, ഈ ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഇടവരുന്നത്. ഇപ്പം ഇതിനകത്തൂടെ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ അറിയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും, ഇപ്പോൾ ഇതിനകത്തൂടെ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങളോട് അറിയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞങ്ങൾ ദൈവനാമത്തെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. നിങ്ങൾ ഇതിനകത്ത് 1-2 സാക്ഷ്യങ്ങൾ കേൾക്കുന്നവനെ സംബന്ധിച്ച് വലിയ സാക്ഷ്യമായിട്ട് തോന്നുന്നില്ല, പക്ഷെ അനുഭവിച്ചവരെ സംബന്ധിച്ച് ഇത് വലിയ കാര്യമായതുകൊണ്ടാണല്ലോ ഞങ്ങൾക്കിത് അയച്ചത്. ബെറ്റി അബ്രഹാം എന്ന് പറയുന്ന ആൻറ്റി പറഞ്ഞേക്കുന്നത്, എൻ്റെ മകൾക്ക് കഴിഞ്ഞ ഒരുപാട് രാത്രിയായി ഉറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ ശുശ്രൂഷകൾക്ക് ശേഷം, പ്രാർത്ഥനകൾക്ക് ശേഷം നീണ്ട മണിക്കൂറുകൾ ഉറങ്ങാൻ സാധിക്കുന്നു. ഞങ്ങളതിനെ ദൈവത്തിന് നന്ദി പറയുന്നു. ചെറുതായിട്ട് ഞങ്ങൾക്ക് തോന്നിയാലും ദൈവം തന്നാലേ ഉറക്കം പോലും പറ്റുമെന്ന് എനിക്കറിയാം. എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ദൈവം തീരുമാനിക്കണം. ഉറങ്ങിയിടത്തുനിന്ന് എഴുന്നേറ്റ് രാവിലെ കാലുകുത്തി നിൽക്കണം. ദൈവത്തിൻ്റെ കരുണയില്ലാതെ സാധ്യമല്ല. അത് സാക്ഷ്യമായി എഴുതിയത് കൊണ്ട് വായിച്ചതാണ്. സുനിത എന്ന് പറയുന്ന ഒരു സഹോദരി ലോൺ മുടങ്ങിപ്പോയതാണ്. എന്നാൽ ഇവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവ് അതിനുള്ള വഴിയുടെ അത് തുറക്കട്ടെ. ആ ലോൺ മുഴുവൻ അടയ്ക്കാനുള്ള വാതിൽ ദൈവം നിങ്ങൾക്ക് ഉറവ തുറക്കട്ടെ. ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് നിങ്ങൾ പറയുന്ന എല്ലാ കമൻറ്റുകൾക്കായി സ്തോത്രം. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, ഇന്നത്തെ ചിന്തയിലേക്ക് പോവുകയാണ്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നടക്കുകയാണ്. ഇൻക്രീസിങ് ഗ്ലോറിയാണ്, മർദ്ദിച്ചു വരുന്ന മഹത്വത്തിനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്. കുരിന്ത്യലേഖനത്തിലാണത് ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമ ശുശ്രൂഷയെക്കുറിച്ച് തന്നെ പറയുന്നത് തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്. പഴയ നിയമ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത് അത് വലിയ തേജസ്സായിരുന്നു. മോശ പർവ്വതത്തിൽ കണ്ട തേജസ്സുമായി ബന്ധപ്പെട്ടാണ്. ആദ്യം നോക്കാൻ പറ്റിയില്ല, മൂടുപട വിട്ടു, പിന്നെ കുറഞ്ഞു വന്നു. പുതിയ നിയമ ശുശ്രൂഷ കുറഞ്ഞു വരുന്നതല്ല, നാൾക്കുനാൾ വർദ്ധിച്ച് വരുന്നതാണ്. അറിയും തോറും വർദ്ധിക്കും. റോമാലേഖനം 8:30 പറയുന്നത്, നമ്മെ അവൻ മുൻനിയമിച്ചിരിക്കുന്നു, വിളിച്ചിരിക്കുന്നു, നീതീകരിച്ചിരിക്കുന്നു, അടുത്തത് തേജസ്കരിച്ചിരിക്കുന്നു. 4 കാര്യങ്ങളാണ് പ്രധാനമായും റോമർ 8:30 പറയുന്നത്. മുൻനിയമനം, വിളി, നീതീകരണം, തേജസ്കരണം. ദൈവത്തിൻ്റെ ഭൂമിയിൽ മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രോജക്റ്റ് ഇതാണ്. ആ പ്രോജക്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ തേജസ്കരണം എന്നത്. ദൈവം നമ്മെ തേജസ്കരണത്തിനായി വിളിച്ചിരിക്കുന്നു. അന്നേരം നമ്മുടെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ വസ്ത്രമെന്ന് പറയുന്നത് തേജസ്സിൻ്റെ വസ്ത്രമാണ്. കാര്യം ആദാമിന് ഉണ്ടായിരുന്നത് തേജസ്സിൻ്റെ വസ്ത്രമാണ്. പാപം ചെയ്തപ്പോൾ ആ വസ്ത്രം നഷ്ടപ്പെട്ടു പോയി. വസ്ത്രത്തിൻ്റെ, ഇട്ട ഡ്രസ്സിൻ്റെ വാല്യൂവും വിലയും ഒക്കെ അനുസരിച്ചാണ് ആളുകൾക്ക് കൊടുക്കുന്ന പൊസിഷനുകൾ ഭൂമിയിൽ വിലയൊക്കെ കൽപ്പിക്കുന്നത്. ഇതുപോലെ സ്വർഗത്തിലും തേജസ് എത്രയും കൂടുതലാണോ അത്രയുമാണ് സ്വർഗത്തിലെ തേജസ്സിൻ്റെ വസ്ത്രം. തേജസ് എത്രയും വർദ്ധിക്കുന്നുണ്ടോ അത്രയുമാണ് സ്വർഗത്തിൽ നിങ്ങൾക്ക് കുഞ്ഞാടിൻ്റെ അടുത്ത് വരെ ചെന്ന് നിൽക്കുന്ന വിധത്തിലെ പൊസിഷനുകൾ തീരുമാനിക്കുന്നത്. നിങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തതിനെല്ലാം
തേജസ്സാണ് സ്വർഗത്തിൽ റിസൾട്ടായി വരുന്നത്. ആ തേജസ് ആണ് നിങ്ങളെ പൊസിഷൻ ചെയ്യുന്നത്. അതായത് തേജസ് വർദ്ധിക്കാൻ എന്ത് ചെയ്യണം? ഇതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. തേജസ് വർദ്ധിക്കുക വളരെ സിമ്പിളായി പ്രാക്ടിക്കൽ 2 കാര്യങ്ങൾ പറയുകയാണ്. ഒത്തിരി പറയാനുണ്ട്, അടുത്ത ദിവസങ്ങളിൽ വീണ്ടും പറയും. ഇന്ന് നമ്മൾ 2 കാര്യങ്ങൾ കേൾക്കാൻ പോവുകയാണ്. തേജസ് വർദ്ധിക്കാൻ എന്ത് ചെയ്യണം? ഒന്നാമത്തേത്, ദൈവവചനത്തിൻ്റെ അകത്തെ വെളിപ്പാടുകൾ, എൻ്റെ ഭാഷയിൽ നിധി എന്ന് പറയും, നിധി, ഇത് കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ ദൈവവചനം ജസ്റ്റ് വായിക്കുക മാത്രമല്ല, വായിച്ചതിനകത്ത് ധ്യാനിച്ച് നിൻ്റേതായിട്ടുള്ള വിധത്തിൽ ആ വചനം പരിശുദ്ധാത്മാവ് നിനക്ക് മുമ്പിൽ അതിൻ്റെ നിധിയെ കാണിച്ചു തരും. ആത്മീയ മനുഷ്യനെ വചനത്തിൻ്റെ വെളിപ്പാടുകൾ നിന്റെ അകത്തെ മനുഷ്യനിൽ തേജസ് വർദ്ധിപ്പിക്കും. ആദാം ഹവ്വ ദമ്പതിമാർ തേജസ് കളഞ്ഞത് ആ വൃക്ഷത്തിൻ്റെ ഫലം തേടി പിടിച്ച് കഴിച്ചപ്പോഴാണ് അവരുടെ തേജസ് പോയത്. ഇതുപോലെ ഇനി പോയ തേജസ് തിരിച്ചു വരുവാൻ ദൈവവചനത്തിൻ്റെ ആ ഫ്രൂട്ട്, ദൈവവചനമെന്ന ഫ്രൂട്ട് കണ്ടുപിടിച്ച് കഴിക്കുക. 2, ഭൂമിയിൽ അവൻ്റെ ഏറ്റവും വലിയ ഇടപാടുള്ളത് ദൈവത്തിൻ്റെ സഭയുമായിട്ടാണ്. അന്നേരം നിങ്ങൾ ദൈവത്തിൻ്റെ സഭയുടെ പാർട്ടാകുക. തേജസ് വർദ്ധിക്കാൻ 2 കാര്യങ്ങൾ: ദൈവവചനത്തിലെ വെളിപ്പാടുകൾ സ്വീകരിക്കുക. 2, ഭൂമിയിലെ അവൻ്റെ സഭയുടെ പാർട്ടാകുക. ഇത് പറയുമ്പോഴേ ഇതിനകത്ത് ഒത്തിരി പേർക്ക് അസ്വസ്ഥത തോന്നാൻ സാധ്യതയുള്ളതാണ് ഈ 2ാമത്തെ കാര്യം. കൂടുതൽ ഇപ്പോഴത്തെ ഒരു വലിയ ടീച്ചിങ് ആണ്, ഒരു പ്രാദേശിക സഭ വേണ്ട എന്ന് വെച്ചാൽ നീ എങ്ങും അക്കൗണ്ടബിൾ ആകണ്ട. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് സഭായോഗങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് കയറ്റി വീട്ടിനകത്ത് ഇരുത്തുക. ആരാധിക്കാൻ പ്രാർത്ഥിക്കാൻ ആരെയും പുറത്തേക്ക് ഇറക്കാതെ, അത് ട്രെൻഡ് മാറുന്നതനുസരിച്ച് സഭയും മാറണമെന്നാണ് ചിലർ വാദിക്കുന്നത്. കൊറോണ സമയത്ത് ദൈവം തന്ന അനുഗ്രഹമാണ് ഇത്. അപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു പ്രാദേശിക സഭയുടെ ഭാഗമാകണം. അത് വേണ്ട എന്ന് പഠിപ്പിക്കുന്നത് 100% എൻ്റെ ബൈബിൾ വചന ധ്യാനത്തിൽ ദുരുപദേശവുമായും പൈശാചികമായിട്ടാണ് എനിക്കതിനെ മനസ്സിലാകുന്നത്. ഈ പറയുന്ന ആളുകൾ ദശാംശം കൊടുക്കണ്ട, സ്തോത്ര കാഴ്ച ഇടണ്ട, ഇതിനു വേണ്ടിയാണ് പ്രാദേശിക സഭയെന്ന് പറയുമ്പോൾ നിങ്ങളിടണ്ട, നിങ്ങൾ കൊടുക്കണ്ട. പക്ഷെ നിങ്ങളൊരു സഭയുടെ ഭാഗമാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്കത് ആ പാസ്റ്റർക്ക് കൊടുക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ചെയ്യാതിരിക്കുക. പക്ഷെ നിങ്ങൾക്കൊരു സഭ നിങ്ങൾക്ക് ആവശ്യമാണ്. ഇനി അപ്പുറത്ത് ഇത് ഇടണ്ട വേണ്ട എന്ന് പറയുന്ന ബൈബിൾ ടീച്ചർമാർ പ്രാദേശിക സഭയുടെ ഭാഗമാകാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സഭയുടെ ഭാഗമാകാതെ ആ ക്ലാസ്സിനകത്ത് മാത്രം നിങ്ങളെ ചുറ്റിക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. ഞാൻ നിങ്ങളോട് നിർബന്ധമായി പറയുന്നു, നിങ്ങൾക്ക് ഇതെൻ്റേതെന്ന് പറയാൻ ഒരു സഭ, ഒരു പാസ്റ്റർ, അത് അദ്ദേഹം ലോകപ്രശസ്തനായതുകൊണ്ടോ പ്രോഫറ്റ് ആയതുകൊണ്ടോ വിശ്വാസ വീരനായതുകൊണ്ടൊന്നും അല്ല, ദൈവത്താലാക്കിയ ഒരു ദൈവദാസൻ നിങ്ങളുടെ മുകളിൽ ആവശ്യമാണ്. യേശു തന്നെ പറയുന്നത്, ഞാൻ എന്തോ ഇവിടെ ചെയ്താലും എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യുന്നതെല്ലാം അവൻ പറഞ്ഞതും അവൻ ചെയ്യിപ്പിക്കുന്നതുമാണ് ഞാൻ ചെയ്യുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ വാക്യമാണ്. എന്ന് വെച്ചാൽ അവൻ അയച്ചത് കൊണ്ട് ഞാൻ ചെയ്യുവാണ്, ഞാൻ വന്നത് കൊണ്ട് ചെയ്തു പോകുന്നതല്ല, അല്ലെങ്കിൽ എനിക്ക് തോന്നിയത് കൊണ്ട് ചെയ്യുവല്ല. അവനുമായിട്ടാണ് ഞാൻ അക്കൗണ്ടബിൾ. നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കണം. ഞാൻ പറയുന്നത്, ഒരു പ്രാദേശിക സഭയുമായി, ഒരു ആത്മീയ നേതൃത്വവുമായി നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കണം. നമ്മളെ തിരുത്തുവാൻ, സ്നേഹിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഒരു ദൈവഭൃത്യൻ ആവശ്യമാണ്. അന്നേരം പ്രാദേശിക സഭയുടെ ഭാഗമാകാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അതൊരു വിജയ രഹസ്യമാണ്. യേശുവിൻ്റെ വിജയ രഹസ്യം, യേശു പിതാവുമായിട്ട് അക്കൗണ്ടബിളാണ്. നിങ്ങളുടെ വിജയ രഹസ്യം, നിങ്ങൾക്കൊരു പ്രാദേശിക സഭയുമായി നിങ്ങൾ അക്കൗണ്ടബിൾ ആയിരിക്കണം. അത് ഏത് ദേശത്ത് നിങ്ങൾ എന്നെ കേൾക്കുന്നെങ്കിലും കൾച്ചർ മാറുമ്പോൾ സഭയുടെ ഉപദേശം മാറുന്നില്ല. നിങ്ങൾ ബൈബിൾ ശ്രദ്ധിച്ചാൽ, വീട്ടിൽ സഭയുണ്ടായിരുന്നു, കാട്ടിൽ സഭയുണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു, കൊട്ടാരത്തിലുണ്ടായിരുന്നു. പ്രാദേശിക സഭയ്ക്കാണ് ഈ ബൈബിളിലെ പല കത്തുകളും വന്നിരിക്കുന്നത്.
അതിനെ ചെതറിക്കുന്ന, അതിനെ ഇല്ലാതാക്കുന്ന എല്ലാ ക്ലാസ്സുകളും, എല്ലാ ക്രമീകരണങ്ങളും പൈശാചികമാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നീ എവിടെ നിന്ന് വന്നു എന്നതാണ് നിൻ്റെ വീട് പറയുന്നതിൻ്റെ കഥ. ഒന്നുകൂടെ ആവർത്തിക്കാം. എൻ്റെ വീട് അല്ലെ നിൻ്റെ വീട് പറയുന്നു നീ എവിടെ നിന്നാണ് വന്നേന്ന്. എന്ന് വെച്ചാൽ നിൻ്റെ പാസ്റ്റ് പറയുന്നത് നിൻ്റെ വീടാണ്. എന്നാൽ നിൻ്റെ സഭയാണ് നിൻ്റെ ഫ്യൂച്ചർ പറയേണ്ടത്. ഒന്നുകൂടെ ആവർത്തിക്കാം. നീ എവിടെ നിന്ന് വന്നു എന്ന് നിൻ്റെ വീട് പറയുന്നു, എന്നാൽ നീ എവിടേക്ക് പോകുന്നു എന്ന് നിൻ്റെ സഭയാണ് പറയേണ്ടത്. നിൻ്റെ ഫ്യൂച്ചർ നിൻ്റെ സഭ പറയണം. നിൻ്റെ സഭയിൽ നിന്നാണ് നിൻ്റെ ഫ്യൂച്ചർ തുറക്കപ്പെടേണ്ടത്. നിൻ്റെ ആരോഗ്യവും നിൻ്റെ സമയവും പറ്റുമെങ്കിൽ നിൻ്റെ സമ്പത്തും ദൈവസഭയിൽ, പ്രാദേശിക സഭയിൽ, ഞാൻ പറയുന്നത് കൊടുക്കാനല്ല, നിക്ഷേപിക്കുക. നിന്നെ ലാഭോളം നിക്ഷേപിക്കുക. അത് നിനക്കും നിൻ്റെ കുടുംബത്തിനും അനുഗ്രഹമാവും. ഞാനൊരു ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ വലിയ ചർച്ചിൻ്റെ ഒരു പാസ്റ്ററെ കാണാൻ ഇട വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സഭയിൽ ഈ രാജ്യത്തിൻ്റെ കീ ആളുകളുണ്ട്. ഫ്ലൈറ്റ് പൈലറ്റുമാരുണ്ട്, ക്യാപ്റ്റന്മാർ, ആർമിയുടെ ക്യാപ്റ്റന്മാരും ഷിപ്പ് ഓടിക്കുന്ന ക്യാപ്റ്റന്മാരും ഉണ്ട്. അവരുടെ ഒരു ടീമുണ്ട്. അവരെ ഇദ്ദേഹം അവരുടെ ടീമിനെ ഈ അപ്പോസ്തല പ്രവൃത്തിയിലെ ഒരു ടീമിൻ്റെ പേര് വിളിച്ച് അവരെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എനിക്ക് വലിയ വിചിത്രമായിട്ട് തോന്നി. അതൊരു ചെറിയ പൗലോസിൻ്റെ ടീമെന്നൊക്കെ വിളിച്ച പോലല്ല, മേശമേൽ ശുശ്രൂഷിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഗ്യാങ്ങിനെ ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അഡ്രസ്സ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് വിചിത്രമായി തോന്നി. ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇതെന്താ അങ്ങനെ ചെയ്യുന്നതെന്ന്. കാര്യം ഞാൻ നോക്കിയപ്പോൾ ഇദ്ദേഹം പറയുന്ന ആളുകളെല്ലാം വലിയ ആളുകളാണ്, ചെറിയ ആളുകളല്ല. അന്നേരമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ്, ഞാൻ അവർക്ക് കൊടുത്തേക്കുന്ന ക്ലാസ്, നിങ്ങൾക്ക് ഉയർച്ച വലിയത് ദൈവം തന്നിട്ടുണ്ട്. ഞായറാഴ്ചകളിൽ നിങ്ങൾ സഭയിൽ വരുമ്പോൾ ഒരു കയ്യിൽ ബൈബിളും ഒരു കൈ ചൂലും പിടിച്ചുകൊണ്ടേ വരാവൂ. ചർച്ച് ക്ലീൻ ആക്കിയിട്ടേ പോകാവൂ. ഇദ്ദേഹം ഒരു പിതാവ് പോലെ അവർ കാണുന്നയാളാണ്. ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ ജനം ഇങ്ങനെ, ഈ വലിയ ആളുകൾ ഇങ്ങനെയാണ് ഇതിനെ കാണുന്നത്. അവർ ചർച്ചിൽ ഒരു കയ്യിൽ ബൈബിളും ഒരു കയ്യിൽ, ഓരോരുത്തർക്ക് ടേം ബേസാണ്. അവർ കയറി ബാത്റൂം ക്ലീൻ ആക്കുന്നു, ചർച്ച് ക്ലീൻ ആക്കുന്നു, അവർ പാസ്റ്റ് ഇരിക്കുന്നിടം തുടയ്ക്കുന്നു, ഇങ്ങനത്തെ ജോലി ചെയ്യുകയാണ്. ഞാൻ നോക്കുമ്പോൾ ചെറിയ ആളുകളല്ല, ഇത് ഇൻവെസ്റ്റ്മെൻ്റായിട്ടാണ് അവരതിനെ കാണുന്നത്. ദൈവം അവർക്ക് കൊടുത്തേക്കുന്ന സമയത്തെ, ആരോഗ്യത്തെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. 100%. നിങ്ങളൊരു പ്രാദേശിക സഭയുടെ ഭാഗമാണ്. അതിനുവേണ്ടി നിങ്ങളുടെ ആരോഗ്യവും സമയമൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളറിയാതെ തന്നെ തേജസ് വർദ്ധിക്കുന്നതാണ്. എത്ര വെളിപ്പാട്, എത്ര ദർശനം, എത്ര വചന വെളിപ്പാട് പറയുന്ന ആളാണെങ്കിൽ പ്രാദേശിക സഭയെ ബലഹീനമാക്കുകയാണെങ്കിൽ 100% അതിന് പിന്നിൽ ഒരു പൈശാചികതയുണ്ട്. അതിനെ നിങ്ങൾ വിട്ടൊഴിയണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. 2, ദൈവവചനത്തിൻ്റെ നിധിയെ കണ്ടെത്തുക. ദൈവവചനത്തിന് വലിയ പ്രത്യേകതയുണ്ട്. നിങ്ങൾ സദൃശവാക്യങ്ങളിൽ വായിച്ചാൽ കാര്യങ്ങളെ മറച്ചു വെക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണെന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നത്, തേടി വെളിപ്പെടുത്തുന്നത് രാജാക്കന്മാരുടെ സ്റ്റൈലാണ്. ദൈവവചനത്തിൽ കാര്യങ്ങളെ, ഈ ദൈവവചനത്തിൻ്റെ പ്രത്യേകത വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞ് വായിച്ചാൽ മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഒരു രാജ്യത്തിൻ്റെ ഫൈനാൻസ് മിനിസ്റ്റർ വിദ്യാഭ്യാസമുള്ള ആളാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അദ്ദേഹം ധനകാര്യമന്ത്രിയാണ്. വിവരമില്ലാത്ത ആളിനെ ഫൈനാൻസ് ഏൽപ്പിക്കത്തില്ല ഒരു രാജ്യത്തും. അത്രയ്ക്ക് ഈ വകുപ്പ് ഇരിക്കുന്നയാളാണ്. പക്ഷെ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രശ്നം അക്ഷരം അറിയാത്തതല്ല, ബൈബിളിൻ്റെ പ്രത്യേകത അക്ഷരം അറിയാമെന്ന് പറഞ്ഞ് വായിച്ചാൽ മനസ്സിലാകത്തില്ല. ഇതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ലഭിച്ചാൽ മാത്രമേ ഇതിൻ്റെ പൊരുൾ തിരിഞ്ഞു വരത്തുള്ളൂ. അങ്ങനെ നിങ്ങൾ തേജസ് വർദ്ധിക്കാൻ പരിശുദ്ധാത്മാവിൽ അവൻ്റെ സഹായം ചോദിച്ച് ഈ പുസ്തകം നിങ്ങൾ അതിൻ്റെ നിധിയെ കണ്ടെത്തുമ്പോൾ ദൈവം തരുന്ന സമ്മാനമാണ് തേജസ്. കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിൻ്റെ സ്റ്റൈലാണെങ്കിൽ കാര്യങ്ങളെ തേടി പിടിച്ച് കൊണ്ടുവരുന്നത് രാജാവിൻ്റെ സ്റ്റൈലാണ്. അങ്ങനെ നീ കണ്ടുപിടിക്കുമ്പോൾ, നീ അറിയാതെ തന്നെ ഒരു വചനം നിൻ്റെ മേൽ തുറക്കപ്പെടുമ്പോൾ
ആ വചനത്തിൻ്റെ മഹത്വം നീ അറിയാതെ തന്നെ നിൻ്റെ മേൽ വരും. തേജസ് വർദ്ധിക്കാൻ ഒരു സഭയുടെ ഭാഗമാകുക. തേജസ് വർദ്ധിക്കുവാൻ 100% ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ കണ്ടുപിടിക്കുക, അതിനു വേണ്ടി നിൽക്കുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഞങ്ങൾ പ്രത്യേകിച്ച് ആദ്യം പറഞ്ഞ ആ രോഗത്തിന് വേണ്ടി, രോഗം മരണ ഡേറ്റിനെ അടുപ്പിച്ച് വെച്ചേക്കുന്നത് അങ്ങനെയുള്ളവരുടെ ഭയത്തെ മാറ്റണമേ, ഒരു സൗഖ്യത്തെ ദൈവം പകരണമേ. ഈ വോയിസ് ഓഫ് ഗ്ലോറി കാണുന്ന എല്ലാവരുടെ മേലും അട്ടിപ്പിണരാലുള്ള ഒരു വിടുതൽ കർത്താവ് പകരണമേ. ദീർഘായുസിനെ ദൈവം പകരണമേ. ദൈവം അവരെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന എല്ലാ പദ്ധതികളും ബാക്കി ഉള്ളതെല്ലാം അവരെ കൊണ്ട് പൂർത്തീകരിക്കുന്ന രീതിയിൽ ഒരു ആരോഗ്യത്തെ ഇപ്പോൾ തന്നെ ദൈവം അവരുടെ മേൽ പകരണമേ. കടഭാരത്തെ ദൈവം മാറ്റണമേ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. വചനം അവരുടെ മുമ്പിൽ തുറക്കണമേ. വചനം അവരുടെ മുമ്പിൽ തുറക്കണമേ. ദൈവസഭയ്ക്ക് വേണ്ടി നിൽക്കാനുള്ള ആ വലിയ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുക്കണേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഞാനിത് പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചെങ്കിലും ഞങ്ങളുടെ പ്രെയർ ഇതല്ല. ഞങ്ങളുടെ പ്രെയർ ഇത് എഴുതിയെടുത്ത് ഞങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിക്കും. ദയവായിട്ട് നിങ്ങളുടെ കമൻറ്റ് എഴുതിയിടുക. ഞങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഫോൺ നമ്പറുകൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ തപ്പാങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പറുകൾ നോട്ടീസിനകത്തൊക്കെ ഉണ്ട്. ഞങ്ങളുടെ നമ്പറുകൾ എടുത്ത് വിളിച്ചാൽ അടുത്ത ദിവസങ്ങളിലെ മീറ്റിങ്ങുകൾ ദുബായിൽ, കുവൈറ്റിൽ, ബഹ്റിനിൽ, ദോഹയിൽ, കൊച്ചി, അടൂര്, തിരുവനന്തപുരം, കൊല്ലം ഒക്കെ ഞങ്ങൾ ശുശ്രൂഷകൾക്കായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്താൽ ഈ വോയിസ് ഓഫ് ഗ്ലോറിയുടെ ഫാമിലിക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ, കാണാൻ, പ്രാർത്ഥിക്കാൻ പറ്റും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിയാട്ട് നാളെ നമുക്ക് വീണ്ടും ഈ സമയത്ത് കാണാം. ഗോഡ് ബ്ലസ് യു.